ടെക് ന്യൂസ് മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. മൈൻക്രാഫ്റ്റ് ചേർത്തുന്ന AR ഗെയിം മൈക്രോസോഫ്റ്റ് ജൂൺ 30 ഷട്ട് ഡൗൺ ചെയ്യും. MI TV 4A Pro, MI TV 4X, MI TV Horizon Edition എന്നീ ടിവികൾക്ക് ഇന്ത്യയിൽ വില കൂടിയിരിക്കുകയാണ്. MI TV 4A Proയുടെ വില 1000 രൂപയും MI TV 4A Horizon Edition 32 ഇഞ്ചിൻ്റെ വില 1500 രൂപയും MI TV 4A Horizon Edition 43 ഇഞ്ചിൻ്റെ വില 2500 രൂപയും പിന്നെ MI TV 4A 43 ഇഞ്ചിൻ്റെ വില 2000 രൂപയും MI TV 4Xൻ്റെ വില 3000 രൂപയും കൂടിയിട്ടുണ്ട്. MI A3 എന്ന ഫോണിൽ രണ്ടാമത്തെ പ്രാവശ്യവും ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ആദ്യത്തെ പ്രാവശ്യം ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റ് വന്നപ്പോൾ അപ്ഡേറ്റ് ചെയ്ത ചില യൂസേഴ്സിൻ്റെ ഫോൺ ബ്രിക്കായിരുന്നു. 2020 ഡിസംബറിൽ ഏറ്റവും മികച്ച കോൾ ക്വാളിറ്റി വോഡാഫോൺ ഐഡിയയുടേതായിരുന്നു എന്ന് ട്രായ് അറിയിച്ചിരിക്കുകയാണ്. വാട്സപ്പിൻ്റെ പോളിസികളിൽ മാറ്റം വന്നിരിക്കുകയാണ്. വാട്സപ്പ് ഫേസ്ബുക്കിൻ്റെ മറ്റ് സർവീസുമായി ബെറ്ററായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണിത്. പുതിയ പോളിസി പോപ്പപ്പ് മെസ്സേജ് ആയിട്ട് വാട്സപ്പ് യൂസേഴ്സിന് കാണിക്കുന്നുണ്ട്. ആൽക്കാറ്റൽ 5X, ആൽക്കാറ്റൽ IV+ എന്നീ ഫോണുകൾ അർജന്റീനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ആൽക്കാറ്റൽ 5Xൽ 6.52 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ഹീലിയോ P22 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48 MP ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 13 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. ആൽക്കാറ്റൽ IV+ എന്ന ഫോണിൽ 6.22 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് ഈ ഫോണിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫോണിലും മീഡിയാടെക്കിൻ്റെ ഹീലിയോ P22 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 13+5 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 4000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഈ ഫോണുകളുടെ വില ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല. ബോട്ട് എന്ന ഇന്ത്യൻ കമ്പനിയിൽ US പ്രൈവറ്റ് ഇക്വിറ്റി ഫേമായ വാർബർഗ് പിൻകസ് $100 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഏകദേശം 730 കോടി. അലിപേ, വിചാറ്റ് പേ അടക്കം 8 ചൈനീസ് ആപ്പുകൾ അമേരിക്കയിൽ ബാൻ ചെയ്തിരിക്കുകയാണ്. വാട്സപ്പിൽ അടുത്ത് തന്നെ PCകൾക്ക് വേണ്ടിയിട്ട് ഫുൾ ഫ്ലഡ്ജ് ക്ലയൻറ്റ് വരുമെന്നാണ് റിപ്പോർട്ട്. ആപ്പിൾ 2021 ഫസ്റ്റ് ഹാഫിൽ 95 മുതൽ 96 മില്യൺ യൂണിറ്റ് ഐഫോണുകൾ ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതിൽ കൂടുതലും iPhone 12 സീരീസിൽ വരുന്ന ഫോണുകളായിരിക്കും. ആപ്പിൾ iPhone 12 മിനിയുടെ പ്രതീക്ഷിച്ചത്ര സെയിൽ നടന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. ഗ്ലോബൽ നോട്ട്ബുക്ക് ഷിപ്മെൻറ്റ് 2021 217 മില്യൺ എത്തുമെന്നാണ് റിപ്പോർട്ട്. ട്രെൻഡ്ഫോഴ്സാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആപ്പിൾ മാക്ബുക്കിൻ്റെ പുതിയൊരു പാറ്റൻറ്റിൻ്റെ ഇമേജ് പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ ആപ്പിൾ വാച്ചും അതുപോലെ ഐഫോണും ഒക്കെ വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ആപ്പിളിൻ്റെ പുതിയ പ്രൈവസി ഫീച്ചേഴ്സ് ഫേസ്ബുക്കിനെ ബാധിച്ചേക്കാമെന്നാണ് റിപ്പോർട്ട്. പുതിയ പ്രൈവസി ഫീച്ചേഴ്സ് വന്നാൽ അവർക്ക് ടാർഗറ്റഡ് അഡ്വർടൈസ്മെൻറ്റ് നടത്താൻ കഴിയില്ല എന്നാണ് റിപ്പോർട്ട്. HTC Desire 21 Pro 5G എന്ന ഫോണിൻ്റെ ലൈവ് ഇമേജ് ലീക്കായിരിക്കുകയാണ്. ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇതിൽ മെയിൻ സെൻസർ 48 MP വരാനാണ് സാധ്യത. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഈ ഫോണിൽ ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ വരാനാണ് സാധ്യത. സാംസങ് ആയിരിക്കും iPhone 13 Proക്ക് വേണ്ടിയിട്ടുള്ള LTPO OLED ഡിസ്പ്ലേ സപ്ലൈ ചെയ്യുക എന്നാണ് റിപ്പോർട്ട്. സ്നാപ്ഡ്രാഗണിൻ്റെ 5G പ്രോസസ്സറുമായിട്ട് വരുന്ന ഹോണറിൻ്റെ ആദ്യത്തെ ഫോൺ മെയ് ജൂൺ മാസത്തിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ട്. ആപ്പിൾ എയർപോഡ്സ് മാക്സിൻ്റെ പ്ലാസ്റ്റിക് ബിൽഡുമായിട്ട് വരുന്ന കുറഞ്ഞ വിലയിൽ വരുന്ന വെർഷൻ ഡെവലപ്മെൻറ്റിൽ ആണ് എന്നാണ് റിപ്പോർട്ട്. ഇതിൻ്റെ വില $349 ആയിരിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. അതായത് ഏകദേശം 25,500 രൂപ. വായിയോടെ പുതിയ ലാപ്ടോപ്പുകൾ ജനുവരി 15 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. ഫ്ലിപ്കാർട്ട് വഴിയായിരിക്കും ഇതിൻ്റെ സെയിൽ നടക്കുക. ഭാവിയിൽ 4G ലൈറ്റ് എന്ന ഗെയിമും ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ട്. 4G എന്ന ഗെയിം ജനുവരി 26 ലോഞ്ച് ചെയ്യുന്നത്. സാംസങ് അവരുടെ പുതിയ നിയോ QLED മൈക്രോ LED TV ലൈനപ്പുകൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. CES 2021 അവരിത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഡെല്ല് ലോകത്തിലെ ആദ്യത്തെ 40 ഇഞ്ച് കേർഡ് വൈഡ് സ്ക്രീൻ 5K മോണിറ്റർ അൺവീൽ ചെയ്തിരിക്കുകയാണ്. സാംസങ് S10 സീരീസിലെ ആൻഡ്രോയിഡ് 11 One UI 3.0 അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. ഫേസ്ബുക്ക് ലൈക്ക് ബട്ടൺ പബ്ലിക് പേജിൽ നിന്നും ഒഴിവാക്കാൻ പോകുന്നു. ഫേസ്ബുക്ക് പേജിൽ ഫോളോവേഴ്സിനെ കാണിക്കും. പിന്നെ ഡെഡിക്കേറ്റഡ് ന്യൂസ് ഫീഡ്സിൽ കോൺവെർസേഷൻ ജോയിൻ ചെയ്യാം. സാംസങ് Note 20 സീരീസിന് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ബഗ് ഫിക്സ് ചെയ്യാനുള്ള അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. ആപ്പിളിൻ്റെ M1X എന്ന പ്രോസസ്സർ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഇതിൽ 12 കോറായിരിക്കും വരിക. ഹോണർ V40 എന്ന ഫോണിൻ്റെ ചില സ്പെസിഫിക്കേഷൻ ലീക്കായിരിക്കുകയാണ്. 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ 300 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യും. മീഡിയാടെക്കിൻ്റെ Dimensity 1000+ എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക.
ഇതിൽ 50 മെഗാ പിക്സലിലെ അല്ലെങ്കിൽ 64 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസർ വരാനാണ് സാധ്യത. പിന്നെ ഫ്രണ്ടിൽ 32+16 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 4000 mAh ബാറ്ററി വരാനാണ് സാധ്യത. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 45 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. OnePlus N100 അതുപോലെ തന്നെ N10 5G എന്നീ ഫോണുകൾ US ജനുവരി 15 മുതൽ ലഭിച്ചു തുടങ്ങും. OnePlus N100 എന്ന ഫോണിൽ 6.52 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൺ 460 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 13 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് $179.99 ആണ്, അതായത് ഏകദേശം 13,000 രൂപ. പിന്നെ OnePlus N10 5G എന്ന ഫോണിൽ 6.49 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൺ 690 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 64 മെഗാ പിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയുമാണ് വരുന്നത്. ഈ ഫോണിൽ 4300 mAh ബാറ്ററിയാണ് വരുന്നത്. ഈ ഫോണിൽ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് $299.99 ആണ്, അതായത് ഏകദേശം 21,900 രൂപ. സാംസങ് Z Fold 3യുടെ പുതിയ റെൻഡേഴ്സ് പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ S Pen കാണിക്കുന്നുണ്ട്. iQOO 7ൻ്റെ പുതിയ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ ഈ ഫോണിൽ മോൺസ്റ്റർ ബീറ്റ് സ്റ്റീരിയോ ഡ്യുവൽ ലിഫ്റ്റ് സ്പീക്കറും പിന്നെ ഹൈ ഡൈനാമിക് ഇൻഡിപെൻഡൻറ്റ് ഹൈഫൈ ചിപ്പും വരുമെന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്പോ റെനോ 5 Pro 5G എന്ന ഫോണിലെ AI ഹൈലൈറ്റ് വീഡിയോ സിസ്റ്റം ഓപ്പോ ടീസ് ചെയ്തിരിക്കുകയാണ്. MI 11 Lite എന്ന ഫോണിൻ്റെ ചില സ്പെസിഫിക്കേഷൻ ലീക്ക് ആയിരിക്കുകയാണ്. ഇതിൽ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന IPS LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 6GB റാമും 128GB ഇന്റേണലും വരുന്നതായിരിക്കും. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 64+8+5 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും വരും. പിന്നെ പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ വില 23,600 രൂപയുടെയും 25,200 രൂപയുടെയും ഇടയിലായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ട്. പോക്കോ M2ൻ്റെയും പോക്കോ C3യുടെയും ഇന്ത്യയിലെ വില കുറഞ്ഞിരിക്കുകയാണ്. പോക്കോ M2ൻ്റെ 6GB റാം 64GB ഇന്റേണൽ വെർഷൻ്റെ വില 10,999 രൂപയുള്ളത് 1000 രൂപ കുറഞ്ഞിട്ട് 9,999 രൂപയായിട്ടുണ്ട്. പിന്നെ പോക്കോ M2ൻ്റെ 6GB റാം 128GB ഇന്റേണൽ വെർഷൻ്റെ വില 12,499 രൂപയുള്ളത് 1,500 രൂപ കുറഞ്ഞിട്ട് 10,999 രൂപയായിട്ടുണ്ട്. പിന്നെ പോക്കോ C3യുടെ 4GB റാം 64GB ഇന്റേണൽ വെർഷൻ്റെ വില 8,999 രൂപയുള്ളത് 500 രൂപ കുറഞ്ഞിട്ട് 8,499 രൂപയായിട്ടുണ്ട്. പിന്നെ 3GB റാം 32GB ഇന്റേണൽ വെർഷൻ്റെ വില കുറഞ്ഞിട്ടില്ല. ഇതിൻ്റെ വില വരുന്നത് 7,499 രൂപയാണ്. സാംസങ് A52 5G എന്ന ഫോൺ 3C സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 64 മെഗാ പിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരും. സ്നാപ്ഡ്രാഗൺ 750G എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ 6GB റാം വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. റെഡ്മി Note 10 Pro 5Gയുടെ IMEI നമ്പർ ഇന്ത്യയിൽ അപ്രൂവ് ആയിരിക്കുകയാണ്. പ്രമുഖ ലീഗ് സ്റ്റാറായ മുകുൽ ശർമ്മയാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഫോൺ EEC, IMDA, MCMC, FCC എന്നീ സർട്ടിഫിക്കേഷൻ സൈറ്റുകളിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ റെഡ്മി Note 10 Pro എന്ന് പറയുന്ന ചില സ്പെസിഫിക്കേഷൻ ലീക്ക് ആയിരിക്കുകയാണ്. പക്ഷേ ഇത് 4G വെർഷനാണ്. സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ ഫോണിൽ IPS LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ MEMC എന്നുള്ള ടെക്നോളജിയും ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 64 മെഗാ പിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. പിന്നെ 5050 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. റിയൽമി V15 5G എന്ന ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. മീഡിയാടെക്കിൻ്റെ Dimensity 800U എന്ന 5G പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 64 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയുമാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 4310 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് 1,499 യുവാൻ ആണ്, അതായത് ഏകദേശം 17,000 രൂപ.